ഹലോ ഗായ്സ്, വെൽക്കം അവർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ കുക്കിങ്ങിൻ്റെയോ നമ്മൾ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന അങ്ങനത്തെ വീഡിയോ ഒന്നും അല്ല കേട്ടോ. നമ്മളെ എടപ്പാളിൽ ഒരു എക്സ്പോ വന്നിട്ടുണ്ട്. മറിയം മിറാക്കിൾ എന്നാണ് എക്സ്പോൻ്റെ പേര്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ, അമ്മ, അമ്പുട്ടൻ, പിന്നെ അതേപോലെ ചേച്ചി, നന്ദു ചേച്ചിയും കിച്ചാപ്പിയും കൂടിയിട്ടാട്ടോ ഞങ്ങൾ പോയത്. അപ്പോൾ കാണാൻ നല്ല അടിപൊളി കേട്ടോ. നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോയപ്പോൾ അമ്പുട്ടനൊക്കെ നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കേട്ടോ ഇന്നത്തെ. അപ്പോൾ അതിൽ നിന്ന് ഫസ്റ്റ് കയറുന്ന ഭാഗം കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കൂളിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ചൂട് കാലത്തൊക്കെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെ കേട്ടോ. പിന്നെ ടിക്കറ്റ് റേറ്റ് ആകെ ഒരാൾക്ക് 100 രൂപയാണ് വരുന്നത്. പിന്നെ 5 വയസ്സിന് താഴെയുള്ള മക്കൾക്ക് പൈസ വേണ്ട കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലോട്ട് കയറി കേട്ടോ. ഫസ്റ്റത്തെ ഉള്ളിലോട്ട് കയറുമ്പോഴുള്ള ഭാഗങ്ങളാട്ടോ അതൊക്കെ. തെർമാക്കോളിൻ്റെ കുറേ രൂപങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ വെള്ളച്ചാട്ടം ചെറിയ രീതിയിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ കുഞ്ഞു മക്കൾക്കൊക്കെ അത്ഭുതകരമായിട്ട് തോന്നുന്ന ഒരു കാര്യങ്ങളാട്ടോ അവരവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. അമ്പുട്ടന് നല്ല ഇഷ്ടമായിട്ടോ. അമ്പുട്ടൻ അവിടെ എല്ലാം ഇങ്ങനെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അവൻ നല്ല സന്തോഷമായിട്ടോ. അങ്ങനെ ഓരോ കാര്യങ്ങളും അവിടെ അവൻ നന്നായി ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെ എവിടെ ഉണ്ട് നമുക്ക് കാണിച്ചു തരുന്നതും ചെയ്യുന്നുണ്ട്. അവന് അത്ഭുതമായിട്ട് തോന്നിയത് അമ്മ വന്നിട്ട് ഒരേ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ഇത് ഫസ്റ്റ് ഭാഗം കേട്ടോ, നമ്മൾ കയറി ചെല്ലുന്ന ഭാഗത്താട്ടോ ഇങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ നന്നായിട്ട് നല്ല രസമുള്ള സ്ഥലം തന്നെ കേട്ടോ. കുറച്ച് നേരം നമുക്ക് നമ്മുടെ മനസ്സിനെയും ഒക്കെ സന്തോഷിപ്പിക്കാൻ പറ്റിയ സ്ഥലങ്ങളാട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ ഓരോ ഭാഗത്ത് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറേ മൃഗങ്ങളുണ്ട്, പിന്നെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ, ചെറിയൊരു ഗാർഡൻ, അങ്ങനെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അമ്പുട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളുണ്ട്, ആനയെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അവിടെ അവൻ കുറേ നേരം സ്പെൻഡ് ചെയ്തു. അവൻ അവിടെ നിന്ന് വരാൻ തോന്നുന്നേയില്ല. ആനേനെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അമ്പുട്ടന്. അപ്പോൾ അവിടെയൊക്കെ നോക്കി എല്ലാ ഭാഗത്തും കുഞ്ഞു പിള്ളേരും കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കിച്ചാപ്പിയും അവനും കൂടിയിട്ട് അവിടെയൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അമ്മയാട്ടോ അവരെ നോക്കുന്നത്. ഞാനും ചേച്ചിയും ഫോട്ടോ എടുക്കലും ഇതൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. അപ്പോൾ ഇതൊക്കെ ആട്ടോ ഫസ്റ്റത്തെ ഭാഗത്തുള്ളത്. അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ അക്വേറിയമുള്ള ഭാഗത്തേക്ക് മാറിയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഓരോ മീനുകളും പ്രത്യേക തരമുള്ള ഓരോ മീനുകളായിരുന്നു കേട്ടോ അവിടെ ഉള്ളത്. കുറേ കാണാത്ത മീനുകളും അതിലുണ്ടായിരുന്നു കേട്ടോ. ചെറിയ അക്വേറിയത്തിൽ കുറച്ച് മീനുകൾ, പിന്നെ ഒരു വലിയ അക്വേറിയത്തിലാട്ടോ ഈ കാണുന്ന കളർ മീനുകളൊക്കെ വലിയ അക്വേറിയത്തിലാട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് അമ്പാടിക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ മീനുകളെ അവന് പ്രത്യേകിച്ച് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അവൻ കുറേ നേരം മീനുകളുടെ കൂടെ അവനങ്ങനെ ആ മീനിൻ്റെ മുകളിൽ ഇങ്ങനെ തൊടാനും പിടിക്കാനൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു.
അപ്പോൾ അതവന് നല്ല ഇഷ്ടമായിരുന്നു. പിന്നെ മീനുകളിലൊക്കെ ഓരോ മീനും ഓരോ ഭംഗിയായിരുന്നു. പല പല കളറിൽ കാണുമ്പോൾ അതിൻ്റേതായ ഭംഗി പ്രത്യേകിച്ച് പറയാനില്ല. നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ഞാൻ കുറച്ചിങ്ങനെ കളർഫുള്ളായിട്ടുള്ള നമ്മൾ കാണാത്ത മീനുകളുടെയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്പു അതാ കളിക്കുന്നുണ്ട് കേട്ടോ. അതാണ് കാണുന്നത്. അമ്മയോട് ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓരോ മീനുകളിങ്ങനെ പിടിപ്പിക്കുന്നുണ്ട് അമ്മ കേട്ടോ അമ്പൂരിൻ്റെ അടുത്തുണ്ടായിരുന്നത്. പിന്നെ ഇതാ വേറൊരു തരം മീനിനെ കണ്ടു. അപ്പോൾ അവന് വീണ്ടും അതിനൊക്കെ പിടിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലായിരുന്നു അമ്പട്ടെ. ഗിച്ചാപ്പി പിന്നെ അവിടുത്തെ ഇങ്ങനെ മീനുകളൊക്കെ കണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു, എങ്ങനെയാണ് ഇതെന്താന്നൊക്കെ നോക്കിയിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് നല്ല ദിവസമായിരുന്നു. ഇങ്ങനത്തെ മീനുകളിലും ഓരോ ഇതും കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം. കണ്ടോ, ഈ മീനുകളൊന്നും നമ്മൾ കണ്ടിട്ടേ ഉണ്ടാവില്ല. കുഞ്ഞു കുഞ്ഞു മീനുകൾ, നല്ല ഭംഗിയുള്ള മീനുകൾ. പിന്നെ അരാപ്പയ്മ ഉണ്ടായിരുന്നു. അതല്ലേ പറയാൻ തോന്നണം കേട്ടോ എൻ്റെ ആ മീനിൻ്റെ പേര്. എനിക്ക് പ്രത്യേകിച്ച് മീനുകളെ പറ്റിയിട്ടൊന്നും അറിയില്ല. അപ്പോൾ ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. അങ്ങനത്തെ അത് മാത്രമേ എനിക്ക് അറിയുന്ന മീനുണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊന്നും എനിക്കറിയില്ല. പിന്നെ ഈ അക്കൂരത്തിൻ്റെ അപ്പുറത്ത് നിന്നിട്ടും ഈ കാഴ്ചകൾ കാണാം കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ചിങ്ങനെ നടന്നപ്പോൾ നമ്മളെ അണ്ടർ വാട്ടർ ടണലില്ലേ, അതിൻ്റെ ഉള്ളിൽ കൂടെ കുറേ നടന്നു കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ നമ്മൾ മുകളിൽ കൂടെയൊക്കെ മീൻ പോകുന്നതൊക്കെ നന്നായിട്ട് കാണാമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും അവിടുന്ന് ഫോട്ടോ എടുക്കുന്നതും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് ഇപ്പുറത്ത് നിന്ന് കാണാം. അങ്ങനെ എല്ലാ കുഞ്ഞു പിള്ളേരും എല്ലാവരും ഒന്നിങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് നടക്കുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ട മീനാട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങളിങ്ങനെ കുറേ അങ്ങോട്ട് നടന്നു. ഭാഗത്താട്ടോ നമ്മുടെ മത്സ്യകന്യക ഉണ്ടായിരുന്നത്. അപ്പോൾ മത്സ്യകന്യകയൊക്കെ കണ്ടു. നമ്മൾ വീഡിയോ എടുക്കുമ്പോഴൊക്കെ നന്നായിട്ട് പോസ് ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അമ്പൂട്ടെ ഇതിനെ കണ്ടപ്പോൾ പാമ്പ് എന്നാട്ടോ പറയുന്നത്. ഇങ്ങനെ വേറെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അവനങ്ങനെ തോന്നി. അപ്പോൾ അവൻ പാമ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവന് നല്ല ഇഷ്ടമായിട്ടോ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അതും കണ്ടു. പിന്നെ അവിടെ കുറേ സ്റ്റോറുകളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച്, പിന്നെ അവിടെ കുറേ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ ഊഞ്ഞാൽ, അങ്ങനെ കുഞ്ഞു പിള്ളേർക്ക് കളിക്കാൻ പറ്റിയതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടു. റൈഡിലൊന്നും കയറിയിട്ടില്ല കേട്ടോ, അതിനത്രയും ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതിലൊന്നും കയറിയില്ല. അവന് കാഴ്ചകൾ കാണാൻ നല്ല ഇഷ്ടം. അപ്പോൾ കുറേ നേരം അതൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ തിരിച്ചു പോരുക കേട്ടോ ചെയ്തത്. നല്ല രസമുണ്ട്. നമ്മൾ 100 രൂപയ്ക്ക് എന്തായാലും വെർത്ത് തന്നെയാണ്. നല്ല അത്യാവശ്യം കാണാനും ആസ്വദിക്കാനും പറ്റിയ സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കുക. എടപ്പാളിന് കുറച്ച് ദിവസമേ ഉള്ളൂ തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കി വെക്കുക. കുറേ ആൾക്കാരുണ്ടായിരുന്നു. കുറേ ഇപ്പോൾ സ്കൂൾ പൂട്ടിക്കൊണ്ടായിരിക്കാം കുറേ പിള്ളേരുണ്ടായിരുന്നു. പിള്ളേരും അമ്മമാരും കുറേ ആൾക്കാരുണ്ടായിരുന്നു അവിടെ. പിന്നെ എല്ലാവരും ഓരോ റൈഡിൽ കയറുന്നുണ്ടായിരുന്നു കേട്ടോ. പല പല സ്റ്റോറുകളുണ്ടായിരുന്നു. ബജ്ജി, കുൽക്കി സർവത്ത്, ഐസ്ക്രീം, പിന്നെ പാനിപ്പൂരി, അങ്ങനത്തെ കുറേ ചെറിയ ചെറിയ പിന്നെ പിള്ളേർക്ക് പറ്റിയ കളിക്കുന്ന സാധനങ്ങൾ, ഫാൻസി ഐറ്റംസ്,
പിന്നെ കത്തി അങ്ങനത്തെ ഐറ്റംസൊക്കെ. പിന്നെ പഴയ കാലത്തെ മിഠായികൾ അതൊന്നും ഇതിൽ ഞാൻ എടുക്കാൻ വിട്ടുപോയിട്ടോ. പഴയ കാലത്തെ മിഠായികൾ, പിന്നെ ചെരുപ്പ്, അങ്ങനത്തെ കുറേ സ്റ്റോറുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കുക. എന്താ വെച്ചാൽ അപ്പോൾ വീട്ടിലൊക്കെ ഇരിക്കുകയല്ലേ, പിള്ളേർക്കൊക്കെ സന്തോഷമാവും ചെയ്യും. വെക്കേഷനൊക്കെ അല്ലേ, പിള്ളേർക്ക് സന്തോഷമാവും ചെയ്യും. അപ്പോൾ ഒന്ന് പോയി നോക്കി വെക്കുക. ഇതാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സ്റ്റോറുകൾ. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. അമ്പാടിക്ക് അവിടെയൊക്കെ, അപ്പോൾ അമ്പാടിക്കൊന്നും അങ്ങനെ ഒന്നും വാശി പെടുന്ന കുട്ടിയൊന്നുമല്ല. പക്ഷെ അതൊക്കെ കണ്ടപ്പോൾ നല്ല സന്തോഷമായി. കുറേ നേരം അതും ഇതൊക്കെ നോക്കി നിന്നു. നമ്മൾ കാണാത്തത് നമ്മളെ വിളിച്ചിട്ട് അവ ഇങ്ങനെ കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നല്ല രസമുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ സ്റ്റോറുകൾ കേട്ടോ. അപ്പോൾ ഇനി എല്ലാവരും ഒന്ന് പോയി നോക്കുക. എടപ്പാളൊക്കെ ഉള്ളവർ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് അടിക്കും, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്ന് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അപ്പോൾ എല്ലാവരും ഇത് ഫുൾ വീഡിയോ ആയിട്ടൊന്ന് കണ്ടോളൂ കേട്ടോ.